പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന, നമ്മളുടെ ഒപ്പം ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ ഇരിക്കാൻ മടി കാണിച്ച് അപ്പുറത്തെ മുറിയിലോ പുറത്തോ ആയിരിക്കുന്ന ഇവരൊക്കെ എത്രമാത്രം നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും നമ്മളവരെ വിട്ട് കളഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ സുവിശേഷം പറയണ കാര്യം അതാണ്. ഈ ഒരാട് വിട്ടുപോയാൽ ബാക്കി 99 വിട്ടിട്ട് ആ ഒരെണ്ണത്തിനെ തേടിപ്പോകാത്ത ആരാ നിങ്ങളുടെ ഇടയിലുള്ളത്? അത്രയും സ്നേഹിക്കുന്നുണ്ട് നമ്മൾ. ചില സമയത്ത് ഈ മാതാപിതാക്കളൊക്കെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. മക്കളെക്കുറിച്ച് പരാതിയും സങ്കടവും വേദനയൊക്കെ ആയിട്ട് വന്നിട്ട് അവസാനവന്മാർ തിരിച്ചു വരില്ല, തിരിച്ചു കിട്ടില്ല, ഒരു കാരണവശാലും ഇവരനുസരിക്കില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ പറയും ഇനി വിട്ടേക്ക്, ഇനി എന്തിനാ ഇവരുടെ പുറകെ നടക്കണേ? ആ സമയത്ത് കണ്ണ് നിറഞ്ഞ് കരം കൂപ്പിക്കൊണ്ട് അവർ ദൈവത്തോടെന്ന കണക്ക് നമ്മളോട് പറയാച്ചാ മോനല്ലേ മോളല്ലേ, എങ്ങനെ വിട്ടുകളയാൻ, എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിച്ചതാ. എങ്ങനെ പറ്റണേന്ന് ആലോചിക്കും നമ്മൾ. ശരിക്കും അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഇടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലല്ലാതെ വേറൊരിടത്തും നമ്മളിങ്ങനെ മനസ്സിലാക്കപ്പെടില്ല എന്നേ. അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പരസ്പരം, അറിയാം. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ പലരും തിരിച്ചു വന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മാതാപിതാക്കളുടെ സ്നേഹത്തിലേക്ക്. ധൂർത്തപുത്രൻ തിരിച്ചു വരുന്ന വരവ് അത് എല്ലാ കാലത്തെയും ക്ലാസിക്കായിട്ട് നിലനിൽക്കാനുള്ള കാര്യം അതാണ്. അപ്പനിങ്ങനെ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്നുണ്ട് മകൻ വരുന്നതിന് വേണ്ടിയിട്ട്. വരണ നിമിഷം അകലെ വെച്ച് കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം നൽകി, പുതിയ ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ചെരുപ്പൊക്കെ ധരിപ്പിച്ച് മോതിരവും കൊടുത്ത് കൊഴുപ്പിച്ചെടുത്തൊരു കാളക്കുട്ടിയെയും കൊന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മകൻ ഇറങ്ങിപ്പോയി അന്ന് തുടങ്ങി ഒരു കാളക്കുട്ടിയെ എടുത്ത് പ്രത്യേകം ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ഉറപ്പിന്മേലെ കൊഴുപ്പിച്ചെടുത്ത ആ കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി. എന്താ കാണണേ? നമ്മുടെ കുടുംബങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. എത്ര തെറ്റിയാലും തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത അവശേഷിപ്പിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബങ്ങളെ. ശരിക്കും അങ്ങനെ ആണെന്നൊന്ന് നോക്കിയേക്ക്. അതല്ലാത്ത ഇടങ്ങളിലാണ് ഇവർ വല്ലാതെ പാനിക്കാവുന്നത്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, വല്ലാതെ ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തിന്മകളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അപ്പനോട് അമ്മയോടൊക്കെ ഒന്ന് വന്ന് പറയാനോ കുടുംബത്തിൽ വന്ന് കിടന്നൊന്ന് കരയാനോ പറ്റുന്നില്ലെങ്കിൽ ഈ മക്കൾ പിന്നെ എവിടെ പോകുമെന്ന് ആലോചിച്ച് നോക്കി. മക്കളെക്കുറിച്ച് മാത്രമൊന്നുമല്ല കേട്ടോ, ഇത്രയും കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടും അമ്മയും മക്കളൊക്കെ ഇയാളെ സഹിക്കണില്ലേ? ആലോചിച്ച് നോക്കിയേ. ചില വീട്ടുകാർ പറയണേക്കാ ക്രിസ്മസ് ഈസ്റ്ററൊന്നും വരണ്ട ഞങ്ങൾക്ക്. അന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ഇരട്ടിക്കിരട്ടി സങ്കടമാണ് തരണേ. പേടിയാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാം. എന്നിട്ടും അയാൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഇവരൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇറക്കി വിട്ടിട്ടില്ലല്ലോ. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ. അത്രയും കലഹങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അമ്മയുടെ മുൻപിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ എന്തൊരു താഴ്മയോടെ നിൽക്കണേ. അമ്മയെ അത്രയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. മറ്റെല്ലാവരേക്കാളും മുകളിൽ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഈ അമ്മയ്ക്ക്. ഈ അമ്മയ്ക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാതിരുന്നിട്ടുണ്ട്, നമുക്ക് സപ്പോർട്ട് തരാതിരുന്നിട്ടുണ്ട്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിട്ടും മറ്റെല്ലാവരേക്കാളും മുകളിൽ ഈ അമ്മയുടെ സ്ഥാനം ഈ ഹൃദയത്തിൽ ഏറ്റവും വലുതാണ്. അങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരിടമാണ് നമ്മളുടെ കുടുംബം. ശരിക്കും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം 8 വർഷക്കാലമായി ജീവിക്കുന്നൊരു ഭർത്താവ്, തന്നെ തിരിച്ചറിയുന്ന പോലുമില്ല അവളെന്ന് അയാൾ പറയുമ്പോഴും കൃത്യസമയം അയാൾ വൈകുന്നേരം വീട്ടിലെത്തും. ജോലിയൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്ന് കഞ്ഞി വെച്ച് അവൾക്ക് വേണ്ടി ആ ചൂട് കഞ്ഞി എടുത്തു കൊടുക്കുമ്പോൾ അത് അവൾ തട്ടിക്കളഞ്ഞ് ചിലപ്പോൾ മുഖത്തോട്ട് തന്നെ വലിച്ചെറിയുന്ന സ്ഥിതി. എന്നിട്ടും കർത്താവ് തന്നതാണച്ചോ. അൾത്താരയിൽ വെച്ച് എൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂട്ടിച്ചേർത്ത് പിടിച്ചോളാന്ന് പറഞ്ഞ് മേടിച്ചൊരാളാണ്. വിട്ടുകളയാൻ പറ്റില്ല. എത്ര എളുപ്പം ഡൈവോഴ്സ് കിട്ടുമെന്നറിയോ? എത്ര എളുപ്പം ഡിവോഴ്സ് കിട്ടുന്ന കാര്യമാണ്. എന്നിട്ടും അയാൾ പറയും വിട്ടുകളയില്ല. ഇങ്ങനെ തളർന്നു കിടക്കുന്നൊരു ഭർത്താവ്, എടി മോളെ നിനക്ക്
ഈ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെയാണ് കല്യാണം കഴിച്ചിട്ട്, കുഞ്ഞുങ്ങൾ പോലും ആയിട്ടില്ല. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഒരിക്കലും എഴുന്നേക്കില്ല എന്നറിഞ്ഞിട്ടും അയാളോടിങ്ങനെ ചേർന്ന് കിടന്ന് അയാൾക്ക് ബലം കൊടുത്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് പോലും ഉപേക്ഷിച്ച് അയാളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്ത് പറയുന്നു? പറഞ്ഞില്ലേ, മക്കൾ തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് മാത്രമല്ല ഈ പറച്ചില്. നേരെ മറിച്ച് ഒരാൾ എത്രമാത്രം നമുക്ക് ഇല്ലെന്ന് തോന്നിയാൽ പോലും അയാളെ ചേർത്ത് പിടിക്കാൻ, അയാളെ ഒന്ന് ബലപ്പെടുത്താൻ കുടുംബമല്ലാതെ വേറൊരു സ്ഥലമില്ല. കർത്താവേ, അതിനായി അങ്ങയുടെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളെ, നമുക്ക് ഈ ഒരു സ്നേഹത്തിൽ വന്നുപോയ കുറവുകളെ ഒക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയുള്ള സ്വർഗീയ ആശീർവാദത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ കരുണയുടെ മുഖമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് നമ്മുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ആ കുടുംബത്തിലേക്ക് കയറാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മടിയായിരിക്കും. ഇപ്പോഴും പള്ളിയിൽ വന്നാൽ തിരിച്ചു പോകാൻ മടിയുള്ളവരുണ്ട്. വീട് അവരെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പാർക്കിലിരിക്കാൻ പാതിരാത്രി മുഴുവൻ ഏതെങ്കിലും ഒരു കഫേയിലിരുന്ന് നേരം വെളുപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ മനസ്സാകണേ എന്ന പ്രാർത്ഥനയോടെ, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന അപേക്ഷയോടെ നമുക്ക് കിടക്കയിലേക്ക് പോകാം. ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.